ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതായത് മീനിങ് ഓഫ് റേഷ്യോ, മീനിങ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് റേഷ്യോസ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിൽ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ദെൻ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആർ കോൾഡ് അക്കൗണ്ടിങ് റേഷ്യോ. ഓക്കെ, നമുക്ക് 4 രീതിയിൽ റേഷ്യോസിനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൊപ്പോർഷനായിട്ട്, പേഴ്സൻറ്റേജിൽ, ടൈംസ്, ദെൻ ഫ്രാക്ഷൻ. ദെൻ നെക്സ്റ്റ് എന്തൊക്കെയാണ് റേഷ്യോ അനാലിസിസിൻ്റെ പർപ്പസസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി, അതേപോലെ തന്നെ ലോങ് ടേം സോൾവൻസി സ്റ്റഡി ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിക്വിഡിറ്റി റേഷ്യോസ് അതുപോലെ തന്നെ സോൾവൻസി റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന റേഷ്യോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ പർട്ടിക്കുലർ പീരീഡിലുള്ള ഷോർട്ട് ടേം പൊസിഷൻ, അതേപോലെ തന്നെ ലിക്വിഡിറ്റി, അതായത് ലോങ് ടേം സോൾവൻസി പൊസിഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൽ പറയുന്ന 2 ഒബ്ജക്റ്റീവാണ്. ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ഫേം. ഒരു ഫേമിൻ്റെ ചെറിയ കാലത്തേക്കുള്ള കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ചിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ലോങ് ടേം സോൾവൻസി, ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി ഓഫ് എ ഫേം ഓൾസോ. നെക്സ്റ്റ് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് റേഷ്യോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനകത്ത് നമുക്കൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് അനദർ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. അതുപോലെ തന്നെ ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസിയും ലോങ് ടേം സോൾവൻസിയും പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനും കഴിയും, നമ്മുടെ ഒരു ഫേമിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും കഴിയും. അപ്പോൾ ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് എ ഫേം. ദെൻ ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നമ്മൾ റേഷ്യോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് 2 ഇയറിൽ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോസിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്തിട്ട് പ്രീവിയസ് ഇയറിലും കറൻറ്റ് ഇയറിലും തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, പെർഫോമൻസിലുള്ള ഡീവിയേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനും കഴിയും, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സ്ട്രെങ്ത് അതുപോലെ തന്നെ വീക്ക്നെസ് നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതും ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും റേഷ്യോ അനാലിസിസിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു എനേബിൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ടു എനേബിൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു റേഷ്യോ അനാലിസിസിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. The next, advantages or uses or utility of accounting ratios or ratio analysis. ഈ റേഷ്യോ അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നതും റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നതും സെയിം കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തം 5 പേഴ്സൺസിന്, അതായത് മാനേജ്മെൻറ്റിന്, ഷെയർ ഹോൾഡേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, എംപ്ലോയീസിന്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഇങ്ങനെയൊരു റേഷ്യോ അനാലിസിസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻ്റ് ആണ്. റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അഡ്വാൻറ്റേജ് ആയി വരുന്നത്, ഫോർമുലേറ്റിംഗ് ദ പോളിസീസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്,
decision making, knowing the trends of business, measuring efficiency, communicating, controlling, and intra-firm and inter-firm comparison. അതായത് ഒരു മാനേജ്മെൻറ്റിന് എന്തെല്ലാം ഡ്യൂട്ടി ഉണ്ടോ ആ ഡ്യൂട്ടി, ആ ഒരു ഫങ്ഷൻസിനെല്ലാം ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അക്കൗണ്ടിങ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ മോർ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതിൽ അവർക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെലക്ടിങ് ബെസ്റ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്. അതായത് ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി, നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനുള്ള ഫേം ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റേഷ്യോ അനാലിസിസിലൂടെ പ്രോഫിറ്റബിലിറ്റി, പൊസിഷൻ, പെർഫോമൻസ്, ലോങ് ടേം സോൾവൻസി, ഷോർട്ട് ടേം സോൾവൻസി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോ അനാലിസിസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പം ഷെയർ ഹോൾഡേഴ്സിന് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിലുള്ള ഫണ്ട് ആ പർട്ടിക്കുലർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അപ്പോൾ അങ്ങനെയൊരു പിന്നെ ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിന് എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് കമ്പനിയെ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കണം, അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ബെസ്റ്റ് കമ്പനി ചൂസ് ചെയ്യാനുള്ളൊരു ഹെൽപ്പ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പറയുന്ന റേഷ്യോ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം റേഷ്യോ അനാലിസിസിലൂടെ ഈ ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും അറിയാനായിട്ട് കഴിയുന്നുണ്ട്. The next പറഞ്ഞ, it enables the shareholders to evaluate the performance and future prospects of the company. എന്നുവെച്ചാൽ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നത് തന്നെയാണ്. എന്താണ് ഫ്യൂച്ചറിലേക്ക്, ഇപ്പം ഇപ്പോഴത്തെ പൊസിഷൻ ഇങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിലും ഒരു ബെറ്റർ പൊസിഷൻ ആയിരിക്കും എന്നുള്ളൊരു ഫോർകാസ്റ്റിങ്ങിൽ, ഒരു പ്രഡിക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ആ ഒരു ഫേമിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ പ്രൈസസ് ഓഫ് ദെയർ ഷെയർസ്. അപ്പോൾ പർട്ടിക്കുലർ അവരുടെ ഷെയറിൻ്റെ മുകളിൽ എത്രത്തോളം ആ ഷെയർ പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റേഷ്യോ അനാലിസിസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നതാണ്. വെച്ചാൽ നമുക്ക് ഷോർട്ട് ടേം ഡീലിങ്സിൽ വരുന്ന ഇൻഡിവിജ്വലാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു കമ്പനി നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യണമെങ്കിൽ അത് ക്രെഡിറ്റ് പേയിങ് കപ്പാസിറ്റി ഉള്ള, ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഉള്ള ഫേം ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്രെഡിറ്റേഴ്സിന് റീപേയ്മെൻറ്റ് കറക്റ്റ് ടൈമിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഷോർട്ട് ടേം സോൾവൻസി, അതേപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറയും. നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ടേം ഡെപ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താണ്, ക്രെഡിറ്റേഴ്സ് നമുക്ക് ക്രെഡിറ്റ് അലോ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു ഷോർട്ട് ടേം സോൾവൻസി ഉള്ള ഫേം ആണെങ്കിൽ, ലിക്വിഡിറ്റി പൊസിഷനുള്ള ഫേം ആണെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ അവർക്ക് ക്രെഡിറ്റ് അലോ ചെയ്യാം. It helps to measure the liquidity position or short-term financial position of the company. Then it enables them to understand the strength and weakness of the company. ക്രെഡിറ്റേഴ്സിന് ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളോട് ക്രെഡിറ്റ് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ് അലോ ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് എന്താണ്, നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉള്ള ഫേം ആണെങ്കിൽ എന്തായിരിക്കും, അതിനനുസരിച്ചുള്ള റിമ്യൂണറേഷൻ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് കമ്പനി ആണെങ്കിൽ അവരുടെ ജോബ് അവിടെ എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് എംപ്ലോയീസിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഈ പിന്നെ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്, എംപ്ലോയീസിന് കഴിയുന്നുണ്ട്. Okay, it helps them to know the profitability of the company so that they can demand more wages, fringe benefits, etc. And it helps to understand the financial health of the company so that they can ensure job security. Okay, then last പറയുന്ന advantages to government ആണ്. ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കണോമിക്കൽ മൊത്തം ബിസിനസ്സിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ്, കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു സ്റ്റഡി ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺ ദിസ് ബേസിസ് ദ ഗവൺമെൻറ് ക്യാൻ ഫോർമുലേറ്റ് വേരിയസ് പോളിസീസ്.
Then next പറഞ്ഞ് it enables the government to protect the interest of consumers by implementing price control measures. അതുപോലെ തന്നെ ഇപ്പം കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മെഷേഴ്സ് എടുക്കണമെങ്കിലൊക്കെ നമ്മൾ ഓരോ ബിസിനസ്സും എന്താണെന്ന് ആർക്കറിയണം? ഗവൺമെൻറ്റിന് അറിയണം. അപ്പോൾ അതിൽ റേഷ്യോ അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ അനാലിസിസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ പൊസിഷൻ, ഷോർട്ട് ടേം സോൾവൻസി, ലോങ് ടേം സോൾവൻസി, അങ്ങനെ ഒരുപാട് പിന്നെ ലിക്വിഡിറ്റി പൊസിഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനേബിൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉള്ള ഫേം ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് റേഷ്യോ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ടു ജഡ്ജ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ സോൾവൻസി, ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്? മാനേജ്മെൻറ്റിന്, ഷെയർ ഹോൾഡേഴ്സിന്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ദെൻ എംപ്ലോയീസ്, ഗവൺമെൻറ്, ഈ ആളുകൾക്കൊക്കെ എന്താണ് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇതിനും എന്തുണ്ട്? കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് ഇപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഡാറ്റാസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലുണ്ടോ അതെല്ലാം എന്തിൽ വരും? അതായത് നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ എന്തിലേക്ക് വരും എന്നാണ് പറയുന്നത്? ഈ ഒരു റേഷ്യോ കാൽക്കുലേഷനിലേക്കും വരും. അത് ഇൻഹറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഒന്നിലുണ്ട്, ഓൾറെഡി അക്കൗണ്ടിങ് റെക്കോർഡ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്സ് എല്ലാം നമുക്ക് എന്തായിരിക്കും? ഈ ഒരു റേഷ്യോ അനാലിസിസിനെ എഫക്റ്റ് ചെയ്യും. Ratios are calculated from accounting records. Therefore, ratios also suffer from inherent limitations of accounting records. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടോ അതെല്ലാം എന്തിൻ്റെ ലിമിറ്റേഷനായി വരും? നമ്മുടെ അക്കൗണ്ടിങ് റേഷ്യോയുടെ ലിമിറ്റേഷനായി വരും. കാരണം നമ്മൾ റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. എപ്പോഴും നമ്മൾ റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ മോണിറ്ററി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാറുള്ളൂ. അതായത് നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിലുള്ള ഓൺലി മോണിറ്ററി വാല്യൂസ്, അതായത് ഇപ്പം എന്താണ് ഈ ഒരു മൊറാലിറ്റി, എംപ്ലോയീസ് മൊറാലിറ്റി, അതേപോലെ തന്നെ ലോയാലിറ്റി ഓഫ് എംപ്ലോയീസ്, ഹ്യൂമൻ റിലേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഓൺലി മോണിറ്ററി ഫാക്ടേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒന്നാണിത്. എന്ന് വെച്ചാൽ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻഫർമേഷൻസിലേക്ക് മാറ്റുകയാണ്. ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വരുന്നൊരു ടൂളാണ്. അപ്പോൾ അതിന് ഈ ടൂളിനകത്ത് നമ്മൾ എന്തേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഓൺലി മോണിറ്ററി ഫാക്ടേഴ്സ്. ഹിയർ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. Ratio analysis ignores the non-monetary factors such as morale and loyalty of employees, human relations, etc. The next പറയുന്നത് qualitative factors ignored. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കും. അതായത് അതിപ്പം ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ ലോണ് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതവിടെ ഇൻഡിവിജ്വൽ നല്ല ക്യാരക്ടറുള്ള ഒരാളാണ്.
പക്ഷെ അയാൾക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും, ബാങ്ക് എന്ത് ചെയ്യില്ല, അയാൾക്ക് കടം കൊടുക്കില്ല. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനാണ് അവിടെ നോക്കുന്നത്, അവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, അയാളുടെ ക്യാരക്ടർ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ശരിക്കും നമ്മളുടെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസിൽ പറയുന്നത്. നമ്മളവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് qualitative factors. Qualitative information may also be important. ശരിക്കും ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനും കൂടി ഇൻഫർമേഷനും കൂടി എന്തുണ്ട്, ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്നാലും റേഷ്യോ അനാലിസിസിൽ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റേഷ്യോസ് ഡു നോട്ട് മേക്ക് കൺക്ലൂഷൻ. ഇറ്റ് ഈസ് ഓൺലി എ ടെക്നിക് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇതെന്ന് പറയാൻ പറ്റില്ല. എന്താണ്, കുറേ ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മളൊരു ഡാറ്റയെ എന്താണ് കുറച്ച് വാല്യൂസിലേക്ക് മാറ്റുക ചെയ്യുന്നത്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്നുള്ളത് എന്താണ്, ഇൻഡിവിജ്വൽസ് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക ചെയ്യുന്നത്. അല്ലാതെ അത് ജഡ്ജ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊരു ജഡ്ജ്മെൻറ്റ്, അതായത് കിട്ടിയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻസ് എന്താണ്, ഒരു ഡിസിഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഈ റേഷ്യോ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് നീഡ് ഫോർ കമ്പാരേറ്റീവ് അനാലിസിസ്. എ സിംഗിൾ റേഷ്യോ വിൽ നോട്ട് ബി മച്ച് ഹെൽപ്ഫുൾ. Hence, it is essential to calculate a number of ratios. While drawing conclusion, it is necessary to make a comparative analysis of all relating ratios. നമുക്ക് ഒരു റേഷ്യോ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് കിട്ടണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കൺക്ലൂഷനിലേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പ്രൊപ്പോർഷനിൽ എക്സ്പ്രസ് ചെയ്യും, പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യും, ടൈംസിൽ, അതുപോലെ തന്നെ ഫ്രാക്ഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പം ചില റേഷ്യോസിന്, ലിക്വിഡിറ്റി റേഷ്യോസിനൊക്കെ ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ റേഷ്യോസിനും എന്താണ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നില്ല. അപ്പം നമ്മളൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇത്ര റേഷ്യോ ആണ്, പക്ഷേ ഇത്ര ആയിരുന്നെങ്കിൽ അതായിരുന്നു പെർഫെക്റ്റ് എന്ന് പറയാൻ നമ്മൾ എല്ലാ റേഷ്യോസിനും എന്ത് വരുന്നില്ല, ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല. കാൽക്കുലേറ്റഡ് റേഷ്യോസ് ആർ ടു ബി കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റേഷ്യോസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി there are no well accepted standards for all ratios which can be accepted as norms. This makes the interpretation difficult. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ്, ഇത്രയും പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 10,000 എമൗണ്ടേ വരുള്ളൂ, അതൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു 12,000 എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടി. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ പിന്നെ എത്ര സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, അല്ല ഇത്ര കോസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് സെറ്റ് ചെയ്ത് വെച്ചെടുത്തുനിന്ന് അതിനേക്കാൾ കൂടുതലൊരു കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺട്രോളിങ് മെഷർ എടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ 10,000 ബിലോ ഒരു 9,000 ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്താണ് ബെറ്റർ കൺട്രോൾ അവിടെ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്ര കോസ്റ്റിലേക്ക് പോവാതെ താഴോട്ട് വന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് അവിടെ എന്താണ് ഒരു പിന്നെ വേരിയൻസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം ഒരു 1,000-ൻ്റെ ഡിഫറൻസ് വന്നത് ചിലപ്പോൾ നമുക്ക് ആ ഒരു വേരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പം നമുക്ക് ഫേവറബിൾ ആവാം, ചിലപ്പം അൺഫേവറബിളും ആവാം. അപ്പോൾ അവിടെ ഇതേപോലെ നമുക്ക് റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ എല്ലായ്പ്പോഴും ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മാനിപ്പുലേഷനാണ്. എന്നുവെച്ചാൽ നമുക്ക് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേക്ക് കാണിക്കുമ്പം ബെറ്ററാണ്, പക്ഷെ ഉള്ളിൽ നന്നായിക്കൊള്ളണമെന്നില്ല. ഒരു കർട്ടൺ ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഉള്ളിൽ നല്ലതാണെന്ന് പുറത്തേക്ക് കാണിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ അക്കൗണ്ട്സിനകത്ത് നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ കറണ്ട് അസറ്റൊക്കെ കൂട്ടി കാണിക്കും. എന്നുവെച്ചാൽ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി റിലേഷനാണ് നമ്മളുടെ ലിക്വിഡിറ്റി പൊസിഷൻ മെൻഷൻ ചെയ്യുന്നത്. ലിക്വിഡിറ്റി പൊസിഷൻ മെൻഷൻ ചെയ്യുന്നത് കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലാബിലിറ്റി, അതായത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ അതിലെപ്പോഴും കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലാബിലിറ്റി കുറവും വരുന്ന സമയത്താണ് നല്ലൊരു പൊസിഷൻ എന്ന് പറയുക. കാരണം കറണ്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള
കപ്പാസിറ്റിയും വേണം, കൂടെ നമുക്ക് കുറച്ചുകൂടി കോപ്പപ്പ് ചെയ്യാനുള്ളൊരു ലിക്വിഡിറ്റി പൊസിഷനും കൂടി വേണം. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ നമ്മൾ റേഷ്യോ അനാലിസിസിലൂടെ ഗവൺമെൻറ്റിനെയും എംപ്ലോയീസിനെയും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യിക്കണമെങ്കിൽ എന്തായിരിക്കും, ചിലപ്പം അക്കൗണ്ട്സിൽ ചെറിയ തരികിട കാണിച്ചിട്ട് എന്താവാം, കറൻറ്റ് അസറ്റൊക്കെ കൂട്ടി കാണിക്കാം, അതിനുള്ള ചാൻസ് അവിടെ വരുന്നുണ്ട്. അതാണ് വിൻഡോ ഡ്രസ്സിങ് പറയുന്നത്. അങ്ങനെ കറൻറ്റ് അസറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ കൂടുതലാണ് എന്ന് കാണിക്കും, നല്ലൊരു ലിക്വിഡിറ്റി പൊസിഷനാണെന്ന്. അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ഈസിലി ബി വിൻഡോ ഡ്രസ്ഡ്. ദിസ് ഈസ് ഡൺ ബൈ മാനിപ്പുലേറ്റിംഗ് അക്കൗണ്ട്സ് വിത്ത് എ വ്യൂ ടു പ്രസൻറ്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ദാൻ വാട്ട് ആക്ച്വലി it is. Then ratio is calculated from such statements are not reliable. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കില്ല, അത് റിലയബിൾ ആയിരിക്കില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആണ്. എന്നുവെച്ചാൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ മേ എഫക്റ്റ് ദ കമ്പയറബിലിറ്റി ഓഫ് റേഷ്യോ. പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ നമ്മളുടെ കമ്പാരിസൺ എന്ത് ചെയ്യാം, ബാധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്, need for comparative analysis, lack of adequate standards, window dressing and price level changes. Okay, ലിമിറ്റേഷൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് അഡ്വാൻറ്റേജസ് ഒക്കെ റേഷ്യോ അനാലിസിസിൻ്റെത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.